നിങ്ങളാണ് സത്യാഗ്രഹം ഇരിക്കുന്നൊക്കെ പ്രഖ്യാപിച്ച് മറ്റു ചെയ്തു. ഇപ്പോൾ എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവൻ്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരുന്നല്ലോ അന്ന് കരാറിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കരാർ പൂർണ്ണമാക്കിയോ? എന്താണ് അതിൻ്റെ ഇനിയും? അതെ, ആദ്യം അവർ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് NM വിജയൻ്റെ എല്ലാ ബാധ്യതകളും തീർക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് അവർ ഏകപക്ഷീയമായി ഈ 3 കാര്യങ്ങളെ KPCCക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, അത്രേ KPCCയുടെ ഫണ്ടുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളത് എഗ്രിമെൻറ്റ് ഓക്കെ പറഞ്ഞതാണ്. ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തോടു കൂടി തീർന്നിരിക്കുകയാണ്. ബാക്കി കടങ്ങൾ ഇത് പാർട്ടി വരുത്തി വെച്ച ബാധ്യത എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. പാർട്ടി വരുത്തി വെച്ച ബാധ്യതയാണ് ഇതിൽ കൂടെ തീർന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ അതിൻ്റെ വഴിക്ക് നോക്കും. അപ്പോൾ എങ്ങനെ പരിഹരിക്കാനാണ് നോക്കുന്നത്? ജീവിച്ചല്ലേ പറ്റുള്ളൂ, ജീവിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്, അവർക്കൊരു കുഞ്ഞു കുട്ടികളാണ്, അവർക്കൊരു ജീവിതമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. കോൺഗ്രസ് ആദ്യം ഞങ്ങളെ തള്ളി പറഞ്ഞപ്പോഴും പിന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ചപ്പോഴും ഞങ്ങൾ ആ പാർട്ടിയുടെ കൂടെ നിന്നതാണ്. അന്ന് നിങ്ങൾ തന്നെ കണ്ടതാണ്. അച്ഛൻ്റെ മരണശേഷം എന്തെല്ലാം അവർ പറഞ്ഞു. ഒരു 50 വർഷം കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളോട് കുടുംബത്തിനോട് കാണിക്കേണ്ട നീതി ആയിരുന്നില്ല അന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഞങ്ങളോട് കാണിച്ചത്. എന്നിട്ടും അവർ ഞങ്ങളെ വീട്ടിലേക്ക് വന്ന സമയത്ത് 2 കൈയും നീട്ടി സ്വീകരിച്ചതാണ് ഞങ്ങൾ. അതിനുശേഷം അവർ പറഞ്ഞതുപോലെ എഗ്രിമെൻറ്റും സൈൻ ചെയ്തു. ഇത്രയും മാസം 5-8 മാസം ഞങ്ങൾ ആ പാർട്ടിക്ക് വേണ്ടി തന്നെ അവർ പറഞ്ഞതുപോലെ ചെയ്തു. നിരന്തരമായി അവരുടെ അടുത്ത് ഞങ്ങൾക്ക് അവഗണനകളും ആക്ഷേപങ്ങളും മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഈ കഴിഞ്ഞു പോയ ജീവിത സാഹചര്യങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വാക്കേ ഉള്ളൂ, ഞാൻ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതെ അതെ, അച്ഛൻ്റെ മരണശേഷവും ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സമയത്ത് സ്വന്തം മക്കളുടെ ഭാവിക്ക് വേണ്ടി ഒരമ്മ ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ തന്നെ സൈബർ അറ്റാക്ക് കൂടെയും ജീവിക്കാൻ വരെ അനുവദിക്കാത്ത രീതിയിൽ ഓരോരോ പ്രവർത്തകരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു സംഭവത്തിൽ കൂടെ അവരെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിക്ക് എന്നെയും എൻ്റെ കുടുംബത്തിനെയും തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് കുടുംബത്തിനോടുള്ള നീതിയാണോ അത്? ഇനി ബാധ്യത ഉണ്ട് നിങ്ങൾക്ക് ബാക്കിയല്ലേ? എത്ര രൂപയുള്ളത് എങ്ങനെ വീട്ടാനാണ് ആലോചിക്കുന്നത്? അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ. ആർക്കും വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിച്ചേ പറ്റുള്ളൂ, അതിനുവേണ്ടി ഞങ്ങൾ പോരാടും. അത് ഞാൻ പറഞ്ഞല്ലോ, എന്തായി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യമാണ് ഇത്രയും അവർക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇനി പിന്നെ അവരോട് എന്ത് വാശി പിടിക്കുന്നതിൽ കാര്യമല്ല. പാർട്ടി വരുത്തി വെച്ച കടം ഇതാണ്. ഇതിനകത്തുനിന്ന് 1 രൂപ പോലും അച്ഛൻ എടുത്തിട്ടില്ല എന്നുള്ളത് അച്ഛൻ്റെ കത്തിൽ വ്യക്തമാണ്. ബാക്കി എല്ലാ കടങ്ങളും അച്ഛൻ ഉപയോഗിച്ചിരിക്കാം, പേഴ്സണൽ കടങ്ങളും കൂടെ അതിനകത്തുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടും അച്ഛൻ ഉപയോഗിച്ച കടങ്ങളുടെ കാര്യം നമ്മൾ ആരടുത്തും പറയുന്നില്ല. ഇത് പാർട്ടി വരുത്തി വെച്ച ബാധ്യത പാർട്ടിയോട് തീർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അവരത് ചെയ്തു തന്നു. ഏകപക്ഷീയമായിട്ട് കരാർ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, അത് പറഞ്ഞല്ലോ. അത് ആദ്യം അവർ ഉപസമിതി വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവരാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് എല്ലാ ബാധ്യതയുടെയും ലിസ്റ്റുകൾ നിങ്ങൾ എടുക്കൂ, എന്നിട്ട് സണ്ണി ജോസഫ് MLAയുടെ അടുത്ത് ചെല്ലൂ എന്ന് പറഞ്ഞു. സണ്ണി ജോസഫ് തന്നെയാണ് നമ്മളടുത്ത് പറയുന്നത്. അതിനനുസരിച്ചാണ് ഞങ്ങൾ എല്ലാ ബാധ്യതയുടെ ലിസ്റ്റ് നോക്കിയപ്പോഴാണ് 2.5 കോടി എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആദ്യം ചെയ്തു തരാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ അവർ ഞങ്ങളടുത്ത് പറഞ്ഞത് KPCC ഫണ്ടില്ല, ഇതേ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഓക്കെ പറഞ്ഞു, എഗ്രിമെൻറ്റ് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെൻറ്റ് പ്രകാരം ഇവരത് ചെയ്ത് തീർത്തു തന്നു. ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതായത് ആദ്യം മുഴുവൻ തുകയും കോൺഗ്രസ് എടുക്കാം അല്ലെങ്കിൽ പരിഹരിക്കാമെന്നായിരുന്നു. അതെ, മീഡിയന് മുന്നിൽ നിന്നാണല്ലോ പറഞ്ഞത്. അന്നപ്പോൾ ഈ മീഡിയക്കാർ എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു KPCCയിൽ ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? KPCCയുടെ ആസ്തി അളക്കാൻ നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ അടുത്തല്ലേ അദ്ദേഹം ചോദിച്ചത്. ഇന്നിപ്പോൾ DCC പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതിനെപ്പറ്റി ഞാൻ അന്നും ഒരു പ്രവർത്തകയല്ല, ഇന്നും ഒരു പ്രവർത്തകയല്ല. രാഷ്ട്രീയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനും എനിക്ക് അറിവില്ല. അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് KPCCയിലുള്ളവർ ഇതാക്കാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മാറ്റം അനിവാര്യമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആരോപണം ഉന്നയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോപണമല്ല, അത് പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ചാൽ 2ാം പ്രതിയാണ് അദ്ദേഹം. അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ.
കർമ്മ എന്ന് പറഞ്ഞല്ലോ എന്താ ഉദ്ദേശിച്ചത്? ഒരു മറുപടിയായിട്ട് അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കോടതിയിലുണ്ടല്ലോ. അപ്പോൾ വഴിയെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും എന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ ലോണിന്റെ വിഷയത്തിൽ ഇനി കോൺഗ്രസുമായി ഒരു തർക്കമോ സംസാരത്തിനോ സ്കോപ്പില്ല. ഇല്ല. അത് കഴിഞ്ഞു. അതെ അതെ. എഗ്രിമെന്റ് എന്ന് പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് വാക്ക് പാലിച്ചിരിക്കുന്നു.